ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എനിക്ക് ഗസ്റ്റുള്ള കൊണ്ട് ഞാൻ ആദ്യം വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അടിച്ച് വാരി തോർത്താനൊക്കെ തുടങ്ങി. ആദ്യം ഈ പണിയൊക്കെ തീർത്തിട്ട് വേണമല്ലോ പിന്നെ കിച്ചണിൽ ഇറങ്ങാൻ. വരുന്നത് എൻ്റെ ആൻറ്റിയാണ്, എൻ്റെ ഉമ്മാൻ്റെ സിസ്റ്റർ. ആൻറ്റി രാവിലെ വിളിച്ചായിരുന്നു, നീ വീട്ടിലുണ്ടാ, ഞങ്ങൾ വരുന്നുണ്ടെന്ന്. അവരും മക്കളൊക്കെ ഉണ്ട് വീട്ടിൽ, അപ്പോൾ എല്ലാവരും വരുമായിരിക്കും. അങ്ങനെ ഞാൻ വേഗം പണിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. ഇതിന് മുമ്പ് ഒരിക്കൽ അവർ വരാൻ കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല, അങ്ങനെ അവർ വന്നില്ല. അപ്പോൾ ഇന്ന് വരുന്ന പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വന്നോ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടെന്ന്. അങ്ങനെ എനിക്ക് പറ്റുന്നത്ര ഞാനൊന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്, പറ്റാത്തത് പിന്നെ ഓർഡർ ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ലസോ ഉണ്ടല്ലോ, കുറച്ചൊക്കെ അവളും ഹെൽപ്പ് ചെയ്യുമായിരിക്കും. പിന്നെ ബെഡ്റൂമൊക്കെ ഞാൻ പെട്ടെന്ന് ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി ഓരോരോ പണിയൊക്കെ വേഗം വേഗം തീർത്തുകൊണ്ട് നിന്ന്. അവർ വരുന്നതിന് മുമ്പ് ഈ ഏകദേശം പണിയൊക്കെ തീർക്കുക. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടാകുമ്പോൾ പിന്നെ അവർ വന്നാൽ അവരെ കൂടെ തന്നെ ഇരുന്നിട്ട് സംസാരിക്കാനൊക്കെ പറ്റുമല്ലോ. എന്നിട്ട് ഞാൻ കിച്ചണിലേക്ക് പോയി. പിന്നെ ഇത് ഇന്നലെ എത്തിച്ച പറിച്ചിട്ട് കൊടുക്കുന്ന വലിയൊരു ചെരങ്ങാണ്. പിന്നെ കുറച്ച് കൊമ്പയറും ഉണ്ട്. എൻ്റെ ആൻറ്റിക്ക് വെജ് ഭയങ്കര ഇഷ്ടമാണ്. പച്ചക്കറിയൊക്കെ ആൻറ്റി വെച്ചത് കൂട്ടാൻ അത്രയും ടേസ്റ്റാണ്. ഞാൻ ചെറുതിലൊക്കെ അവിടെ പോയി കൂടുതൽ നിൽക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ആൻറ്റി ഉണ്ടാക്കി തരും, പിന്നെ പുറത്ത് കൊണ്ടുപോകും. ആൻറ്റിൻ്റെ വലിയ മോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നസ്രി. ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ് ചെറുതിൽ തന്നെ. ഞാൻ കൂടുതൽ വെക്കേഷൻ ടൈമിൽ അവരെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ അവൾ എൻ്റെ വീട്ടിൽ വരും. ഫുൾ ടൈം ഞങ്ങൾ കളി തന്നെ ഞാനും ഓളും. പിന്നെ ഞാൻ അകത്തൊക്കെ തോർത്തി കഴിഞ്ഞതിന് കിച്ചണ് മാത്രം തോർത്താൻ ബാക്കിയുള്ളത്. ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കുക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ എനിക്ക് കഴിഞ്ഞു. പിന്നെ ആദ്യം തന്നെ ഫുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, കാരണം ഇതൊക്കെ സെറ്റാവണമല്ലോ. അങ്ങനെ ഞാനിവിടെ പൊണ്ടം ഉണ്ടായിരുന്നു, അപ്പോൾ പൊണ്ടത്തിൻ്റെ ഫുഡിങ് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ആൻറ്റിക്ക് സ്വീറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഫുഡിങ്ങൊക്കെ ഫുഡിങ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അതിന് ഞാനിവിടെ ചൈന ഗ്രാസ് ആദ്യം തന്നെ കുതിരാൻ വെക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ചൈന ഗ്രാസ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. വേഗം ഉണ്ടാക്കിയാൽ പിന്നെ ഈ പണിയും കഴിയുമല്ലോ, പിന്നെ ബാക്കി കറികളൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ചൈന ഗ്രാസ് പാത്രത്തിലിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ അതിന് കൈകൊണ്ട് അമർത്തിയിട്ടൊക്കെ മെൽറ്റാവാൻ വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബദാം എടുത്തു കുതിരാൻ വെക്കാൻ വേണ്ടിയിട്ട്, ഈ ഫുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ബദാം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ തൊലിയൊക്കെ അഴുകാൻ. ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും കുതിരാൻ വെക്കണം. പിന്നെ പൊണ്ടൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ സ്പൂണിൽ എടുത്തിട്ട് അതിന് പൊണ്ടത്തിനും വെള്ളത്തിനൊക്കെ ഒരു പാത്രത്തിൽ ഇടുന്നുണ്ട്. എനിക്ക് പൊണ്ടം കൊത്താനും ശരിക്കും അറിയില്ല, കൂടുതൽ എത്തിച്ചാണ് ഇതൊക്കെ കൊത്തി തരാറ്. ഇത് കുറച്ച് സോഫ്റ്റ് പൊണ്ടായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കയ്യിലുള്ള ചെറിയ കത്തി കൊണ്ട് തന്നെ അതിനെ ഫുൾ അഴുകിക്കാനും കൊത്താനൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ആ പണി പെട്ടെന്ന് തീർത്തു. പിന്നെ പാല് ചൂടാക്കിയിട്ട് പിന്നെ അതിലേക്കല്ല ഇതൊക്കെ പൊണ്ടൊക്കെ അടിച്ചിടേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കൊട്ട പാലിൻ്റെ ഫുഡിങ് ആക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ പാലെടുത്ത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിനെ ചൂടാൻ വെച്ചു. അപ്പോഴേക്കും നോക്കുമ്പോൾ ടിന്നിൽ പഞ്ചസാര ഇവിടെ തീർന്നിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും തിരക്കുള്ള ആ ദിവസമായിരിക്കും ഇതുപോലത്തെ എക്സ്ട്രാ ജോലിയൊക്കെ നമുക്ക് പണി കിട്ടാറ്. ലതിച്ച എപ്പോഴും പറയും എന്നോട്, ഫ്രീ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ നിറച്ച് വെക്കണം, നീ ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടാകുമ്പോൾ പഞ്ചസാര നിറക്കാൻ പോകാനൊന്നും ഇതാക്കാൻ പാടില്ല എന്ന്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒക്കെ ഭയങ്കര മടിയല്ലേ. അങ്ങനെ ഞാൻ പഞ്ചസാരയൊക്കെ എടുത്ത് ടിന്നിൽ നിറച്ച് വിട്ടു. പിന്നെ എന്തെങ്കിലും ജ്യൂസൊക്കെ ആക്കുമ്പോൾ വീണ്ടും തീരുമല്ലോ. എൻ്റെ ഉമ്മ എപ്പോഴും പറയാറുണ്ട് വലിയ ടിന്നിലിട്ടേക്കണം, അപ്പോൾ പോയിട്ട് നിറക്കണ്ടല്ലോ എന്ന്. ഇനി ഞങ്ങൾക്ക് വലിയൊരു ടിന്ന് വാങ്ങിക്കണമെന്നുണ്ട്. അങ്ങനെ ഞാൻ ആ പാലിൽ ചൂടായി അതിലേക്ക് ഞാൻ പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. പിന്നെ മിൽക്ക് മെയ്ഡ് ഇടുന്ന കൊണ്ട് കൂടുതൽ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല, എല്ലാം നോക്കിയിട്ട് ഇട്ടാൽ ഒരു കറക്റ്റ് മധുരം നമുക്ക് കിട്ടുമല്ലോ. എന്നിട്ട് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് കൊടുത്ത് പഞ്ചസാര ഇട്ട് നല്ലപോലെ ഇളക്കി അത് തിളക്കണം. നല്ല തിളച്ചതിന് ശേഷം നമ്മൾ
സ്റ്റവ് ഓഫ് ചെയ്താൽ മതി. അത് തിളച്ച് കഴിഞ്ഞ് ഞാൻ ഇപ്പുറത്തെ മാറ്റിയിട്ടുണ്ട് തണിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചൈന ഗ്രാസ് കുതിരാൻ വെച്ചില്ലേ, അതിന് അതേപോലെ എടുത്ത് ഞാനിപ്പോൾ ബോയിൽ ചെയ്യുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി ചൈന ഗ്രാസിന്. പിന്നെ ഇത് പൊണ്ടത്തിൻ്റെ വെള്ളവുമാണ്. അതൊന്ന് മിക്സിയിൽ എടുത്താൽ മതി, എടുത്തിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അതിലേക്കും അങ്ങനെ 1-2 സ്പൂണ് പഞ്ചസാര ഇട്ടാൽ മതി. പഞ്ചസാര എല്ലാവരും അവരവരെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി, ഒരുപാടൊന്നും ഇടണ്ട, കൂടുതൽ മധുരമായി പോവും. അപ്പോൾ ആദ്യം പാല് ചൂടാക്കി അതിലേക്ക് പിന്നെ ഞാൻ ചൈന ഗ്രാസ് മെൽറ്റ് അതും ഇട്ട്, പിന്നെ പൊണ്ടോ മിക്സിയിൽ അടിച്ചിട്ടുണ്ടായിട്ടില്ല അതും കൂടി ഒഴിച്ച് കൊടുത്തു. ഇതൊക്കെ ഒന്നിച്ച് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് തണുത്തതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്യേണ്ടതില്ല, അങ്ങ് ഫുഡിങ് പൊട്ടിപ്പോകാനൊക്കെ ചാൻസസ് കൂടുതലാണ്. എന്നിട്ട് ഞാൻ വലിയ ഫുഡിങ് പാത്രത്തിൽ ഇത് ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് സെറ്റ് ആവണമല്ലോ. അവസാനം നമുക്ക് ബദാം ഫുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പാവാൻ വേണ്ടിയിട്ട്. പിന്നെ ബദാം ലാസ്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞ് ആ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുട്ട ഓംലെറ്റൊക്കെ ആക്കുന്നുള്ളത്. കറിയാണെങ്കിൽ രാവിലത്തെ തന്നെ കുറച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാൻ നേരെ പിന്നെ കുക്കിങ്ങിലേക്ക് ഇറങ്ങി. ഫുഡൊക്കെ റെഡി ആവണമല്ലോ അവർ വരുന്ന സമയത്ത്. അങ്ങനെ ചിക്കനൊക്കെ ഞാൻ പാത്രത്തിലിട്ട് പകുതി കറി വെക്കാനും പിന്നെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാനും വിചാരിച്ചിട്ടുള്ളത്. ബാക്കി ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. മാക്സിമം പറ്റുന്നത്ര ഉണ്ടാക്കാം, ബാക്കി പറ്റാത്തത് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്നല്ല വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ കഴുകി അവിടെ വെള്ളം ആറാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിൻ്റെ തൊലിയൊക്കെ ഞാൻ ഇവിടെ കളയുന്നുള്ളത്. ഞാൻ സാധാരണ പേസ്റ്റൊക്കെ വേണ്ടപ്പോൾ തന്നെ ഉണ്ടാക്കാറ്, ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ ചിക്കന് വെള്ളമൊക്കെ ആറിയിട്ടുണ്ട്. അതിന് ഞാൻ മസാല പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. ഒരു 3 മണിക്കൂർ മുമ്പെല്ലാം ഇങ്ങനെ പുരട്ടി വെച്ചില്ലെങ്കിൽ ഈ ഫ്രൈഡ് ചിക്കനെല്ലാം ആകുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അങ്ങനെ ചിക്കനിലേക്ക് ഞാനിവിടെ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂണ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾ, അതേപോലെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഫ്രൈഡ് ചിക്കൻ ആകുമ്പോൾക്ക് പിന്നെ ഇതിൽ നമ്മൾ മൈദപ്പൊടിയും അതേപോലെ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കണം. എല്ലാം 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല പോലെ ഒരു മസാല പുരട്ടുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റിക്കാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ഫ്രൈഡ് ചിക്കൻ്റെ ക്രിസ്പി ആ ഒരു രൂപത്തിൽ വരണമെങ്കിൽ അകത്തും കുറച്ച് ഇങ്ങനെയൊക്കെ വേണം. അതുകൊണ്ട് കോൺഫ്ലോർ മൈദപ്പൊടിയൊക്കെ ഇടുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നീരുള്ളി അരിയുന്നുള്ളത്. ഇത് ചിക്കൻ്റെ പച്ച മസാല ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉള്ളിയൊക്കെ ഫ്രൈ ആയതിന് ശേഷം ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുരുമുളക് പൊടി ഇതൊക്കെ, ഇതിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. ഫുള്ളായിട്ട് ഇങ്ങനെ കാട്ടിക്കുമ്പോൾ വീഡിയോ ഒക്കെ ലെങ്ത്ത് കൂടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ജസ്റ്റ് എടുത്തിടുന്നത്. വേറൊന്നുമില്ല, നീരുള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പച്ചമുളക് അരച്ചത് ഇതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നല്ലപോലെ ചതഞ്ഞതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇടാം. പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് അതിനെ കുക്കറിലൊരു 2-3 വിസിൽ ഇട്ടാൽ മതി. കൂടുതലായാലും ചിക്കൻ അത് കലങ്ങി പോവുമല്ലോ. ചിക്കൻ അങ്ങനെ കുറേ വേവൊന്നും ആവശ്യമില്ലല്ലോ. എന്നിട്ടത് ഞാൻ കുക്കർ അടിച്ചിട്ട് വേവാൻ വെച്ചു. അങ്ങനെ കറിയൊക്കെ അവിടെ റെഡിയാകുന്നുണ്ട്. അതിനിടയിൽ ഞാനൊരു ചെറിയ ക്ലീനിങ്ങും കൂടി ചെയ്തില്ലെങ്കിൽ ഫുള്ള് ലാസ്റ്റ് ആകുമ്പോൾ ഒരുപാട് പാത്രവും അവിടെ ഇവിടെ എല്ലാം ഉറ്റിയിട്ട് ഫുള്ള് മോശമായിട്ടുണ്ടാകുന്നു. അങ്ങനെ ഞാൻ അധികം കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടും ഉണ്ടാവില്ല. എനിക്കത് കുറേ ഇങ്ങനെ നിരത്തി കാണുമ്പോൾ തന്നെ ഒരു ഹെഡേക്ക് വരും. പിന്നെ ഞാൻ ലസാന പണി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്, ബദാം തൊല്ലാൻ. അധികവും ഫുഡിങ് ഉണ്ടാകുമ്പോൾ ഈ ബദാം തൊല്ലാലെല്ലാം ഞാൻ ഇവളെയാണ് ഏൽപ്പിക്കൽ. പാവം അത് പെട്ടെന്നെല്ലാം ചെയ്ത് തരും. അവൾക്ക് ഇഷ്ടമാണ് എന്നെ ഹെൽപ്പാക്കുന്നതൊക്കെ. ലസാൻ്റെ ഫ്രണ്ട് രീസയും ഉണ്ട് ഹെൽപ്പിന്. അവർ രണ്ടാളും കൂടിയിട്ട് TV കണ്ടുകൊണ്ടും ബദാം തൊല്ലിക്കൊണ്ടും ഉണ്ട് അവിടെ. എന്നിട്ട് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുക്കറും കൂടി വെച്ചു.
അങ്ങനെ ഞാൻ ഗീയൊക്കെ ഇടുന്നുള്ളത് ഉള്ളി ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. നെയ്ച്ചോറൊക്കെ വേഗം വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാം ഒന്നിച്ച് അവർ വരുന്ന സമയത്തൊന്നും കിച്ചണിലൊന്നും നിന്നാൽ ശരിയാവില്ലല്ലോ, സംസാരിക്കാനൊന്നും ടൈമേ കിട്ടാമല്ലോ. അപ്പോൾ അവർ വരുന്നിട്ട് മുമ്പ് എൻ്റെ ഫുഡൊക്കെ റെഡി ആയെങ്കിൽ പിന്നെ എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് പെട്ടെന്ന് എല്ലാം ആക്കാമെന്ന് വിചാരിച്ചേന്. അങ്ങനെ ഞാൻ നീരുള്ളിയൊക്കെ ഫ്രൈ ആവാൻ വെച്ചിട്ടുണ്ട് നെയ്ച്ചോറിൻ്റെ. അതിലേക്ക് പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട്, ക്യാരറ്റൊക്കെ നല്ല പോലെ ഇട്ടാൽ ചോറ് നല്ല ഇങ്ങനെ ആയിട്ട് കിട്ടും. അങ്ങനെ അവിടെ ചോറും റെഡിയായി. പിന്നെ ഈ ചിക്കൻ കറി വെന്തിട്ടുണ്ട്, ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ ഇത് പച്ച തേങ്ങ തന്നെ, ഒരു തേങ്ങ ഫുൾ അരച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വറുത്തിട്ടൊന്നുമല്ല, വെറും പച്ച തേങ്ങയാണ്. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ഗ്രേവി ചിക്കൻ്റെ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പത്തിനൊക്കെ കൂട്ടുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും, കാരണം നല്ലോണം കാരമൊന്നുമില്ല. എൻ്റെ ബാക്കി ജോലിയൊക്കെ കഴിഞ്ഞ് അവസാനം ഞാൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാനിവിടെ പ്ലേറ്റ് എടുത്ത് അതിൽ കുറച്ച് ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 സ്പൂണ് കോൺഫ്ലോർ പൗഡറും അതേപോലെ മൈദ 2-3 സ്പൂണ് അതൊക്കെ ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്യുന്നുണ്ട്. നല്ലോണം മിക്സ് ആവണം. ഇത് 3 ഐറ്റംസും നല്ല പോലെ മിക്സ് ആയിട്ട് ഒരു പ്ലേറ്റിൽ വേറെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സ്റ്റൗവിൽ പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഏതായാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ സാധാരണ വെളിച്ചെണ്ണയാണ് എല്ലാത്തിനും യൂസ് ആക്കുന്നത്. ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഓയിലാണ് കൂടുതലും കുക്ക് ചെയ്യാറ്, അത് തന്നെ. അപ്പോഴൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നായിരുന്നു. അത് ഞാൻ എടുത്ത് ഓരോ സൈഡ് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് എന്തെന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ വന്നപ്പോൾ പെട്ടെന്ന് നമുക്ക് പ്ലേറ്റിൽ ഇട്ടിട്ടൊക്കെ കൊടുക്കാമല്ലോ. എന്നിട്ട് ഇതൊക്കെ ഞാനൊരു സൈഡ് വെച്ച് പിന്നെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ചിക്കൻ. അങ്ങനെ ഞാൻ ഒന്നും കൂടി ഇങ്ങനെ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ആദ്യം ഈ മിക്സ് ചെയ്ത ചിക്കനെ ഇതേപോലെ ബോളിലൊരു വെള്ളം എടുത്ത് വെക്കണം. ആ വെള്ളത്തിലേക്ക് ജസ്റ്റ് ആ ചിക്കൻ ഒരു മുക്കിയിട്ട് പിന്നെ ഈ മിക്സ് ചെയ്ത ഇതിലേക്ക് ഫുള്ള് നല്ല പോലെ ഫില്ലായതിനു ശേഷം ഓയിലിലേക്ക് ഇതിനെ ഇട്ട് ഫ്രൈ ചെയ്യേണ്ടത്. ഇതിൽ ഞാൻ കറക്റ്റ് കാട്ടിക്കുന്നുണ്ട്. ഈ ഒരു രീതി തന്നെ ആവണം. പിന്നെ അധികം ആൾക്കാർ എഗ്ഗിൽ മുക്കിയിട്ടാണ് ഇതുപോലെ ബാക്കി മിക്സ് പൗഡറൊക്കെ ഇതിൽ ആഡ് ചെയ്യാറ്. പക്ഷെ ഈ ഒരു ഡിഫറെൻ്റ് ഫ്രൈഡ് ചിക്കനാണ് ഇത്. അതുകൊണ്ട് ഇത് ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് പിന്നെ അതേപോലെ ബാക്കി ഞാൻ ചെയ്ത പൗഡറിലേക്കൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അടിപൊളി ടേസ്റ്റാണ് ഇത്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓയിലൊന്നും അധികം ഇങ്ങനെ പിടിക്കുന്നൊന്നുമില്ല. പിന്നെ ഡീപ്പ് ഫ്രൈ എന്തായാലും ചെയ്യണം, ഇല്ലെങ്കിൽ അകത്തൊക്കെ വെന്ത് കിട്ടാൻ കുറച്ച് പാടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലായിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി. അങ്ങനെ അത് ഞാൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബദാം ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ബദാം പൗഡറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പാല് ഞാൻ നേരത്തെ ഐസാവാൻ വെച്ചിരുന്നു. അതിലേക്ക് നല്ലപോലെ ബദാം പൗഡറൊക്കെ ഇട്ട് പഞ്ചസാരയും ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചു. അവസാനം അതിലേക്ക് നട്ട്സ് പൊടിയൊക്കെ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോഴേക്കും എൻ്റെ ഫ്രൈയുടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് അതിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ ഓയിലൊന്നും വലിയ പിടിക്കുന്നൊന്നുമില്ല. പിന്നെ കഴിക്കാനാണെങ്കിൽ അത്രയും ടേസ്റ്റിയാണിത്. അങ്ങനെ അവർ വീട്ടിലെത്തി. അന്നേരം ഞാൻ വേഗം ജ്യൂസൊക്കെ ഗ്ലാസ്സിൽ ഒഴിച്ചു. അതിലേക്ക് നട്ട്സ് പൊടിയൊക്കെ ഇട്ട് ജ്യൂസൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്ന് അവിടെ ഹാളിൽ ഇരുന്നിട്ട്. അങ്ങനെ ഞാനും ആൻറ്റി കുറേ സംസാരിച്ചുകൊണ്ട് ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ആൻറ്റീനെ കാണുന്നത്. പിന്നെ കുട്ടികളാണെങ്കിൽ മുകളിൽ പോയിട്ട് ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ടായിന്. 2 ബേബീസിനും കൂട്ടിയിട്ട് ലസാൻ്റെ ഫ്രണ്ട് റിസയും കൂട്ടിയിട്ട് ഇരുത്തിയിട്ട് ആട്ടുന്നുണ്ട്. ഇത് നസ്രീൻ്റെയും നബുവിൻ്റെയും ബേബിയാണ്. മോന് നബുവിൻ്റെ, മോള് നസ്രീൻ്റെയും. അങ്ങനെ ഞാൻ ഫുഡൊക്കെ ഇവിടെ ടേബിളിൽ ഓരോന്നായിട്ട് അറേഞ്ച് ആക്കിയിട്ട് വെക്കുന്നുള്ളത് എല്ലാം കൊണ്ടുവച്ചു. കാരണം കുറച്ച് ലേറ്റായിരുന്നു അവർ വരാൻ. പിന്നെ ഫുഡൊക്കെ തണിയണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഓരോന്ന് സെർവ് ചെയ്തിട്ട് ടേബിളിൽ കൊണ്ടുവച്ചു. അവർക്ക് തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അവർ ഉറങ്ങാനൊക്കെ കുറേ ലേറ്റ് ആവാറുണ്ട്.
പിന്നെ ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ ലത്തിച്ചൊക്കെ വേഗം ഉറങ്ങും. അങ്ങനെ ഞാൻ വേഗം ഫുഡൊക്കെ കൊടുത്ത് അവരെ വിളിച്ച് അവർ കഴിക്കാനൊക്കെ തുടങ്ങി. കുട്ടികളും എല്ലാവരും കൂടിയിട്ട് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്ത്. ലത്തിച്ച ഫുഡ് വേണ്ടെന്ന് പറഞ്ഞു, കാരണം ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് കൂടിയിട്ട് എത്തിയതേ ഉള്ളതുകൊണ്ട് എനിക്ക് വേണ്ട, അവർ കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഫുഡിങ് അവിടെ കൊണ്ടുവച്ചു. അതൊക്കെ കഴിക്കാനായിട്ട് അവരെ വിളിച്ച് ഫുഡിങ്ങൊക്കെ അവർ കഴിക്കുന്നുണ്ടായിരുന്നു. ലത്തിച്ചാണെങ്കിൽ ഇവിടെ നജാൻ്റെ ബേബിനെ മടിയിൽ വെച്ചിട്ട് ഇരുന്നിട്ടുണ്ട്. അവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് ബേബി ഫുള്ള് കരച്ചിലായിരുന്നു. അങ്ങനെ ലത്തിച്ച പറഞ്ഞ് ഞാൻ എടുക്കുക. ലത്തിച്ചക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേബീസിനൊക്കെ. ചെറുതിൽ എൻ്റെ കുട്ടികളൊക്കെ ലത്തിച്ച ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ട് നടക്കാറുണ്ടായിരുന്നു. അവർ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവർ പോയി. അതിന് ശേഷം ഞാൻ പാത്രമൊക്കെ കഴുകി എല്ലാം വൃത്തിയാക്കി അവിടെ പാത്രമൊക്കെ ഉണങ്ങാൻ വെച്ച്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് സെൻഡ് ചെയ്യുക.